പിടിച്ചോന്നോ പരാതികൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായി കണ്ടുകൊണ്ടാണ് ഇത്. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ പയ്യന്നൂർ ജനതയെ ഞാൻ ഈ പരിപാടിയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്റെ അനുമോദനങ്ങൾ അറിയിക്കുക. തെറ്റുകൾ തിരുത്താൻ ബാലറ്റ് പേപ്പറുകൾക്ക് സാധിക്കും. ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ് ഈവൻ. വെടിയുണ്ടയേക്കാൾ ശക്തി ബാലറ്റ് പേപ്പറുകൾക്കുണ്ട് എന്ന് പ്രസംഗിക്കാനുള്ള ഒരു വാദം മാത്രമല്ല, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ഒരു സൈലന്റ് കില്ലർ, നിശബ്ദനായ ഒരു അക്രമകാരി അതായിരുന്നു ശ്രീ കുഞ്ഞികൃഷ്ണൻ. ഏകാധിപത്യത്തിനെതിരെ, തെറ്റുകൾക്കെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയ സഹന സമരത്തിന്റെ വിജയമാണ് പയ്യന്നൂർ ഇലക്ഷൻ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നതിനെ സംഭവിക്കുന്നു. ഏതെല്ലാം വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടു, അദ്ദേഹത്തിന്റെ പ്രചരണ സാമഗ്രികൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അറിയാം, അധികം ഹോട്ടൽ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അധികം ചെലവൊന്നും ചെയ്യാത്ത ആളാണ്, സാധാരണക്കാരനാണ്, സാധാരണക്കാരുടെ പ്രതിനിധിയാണ്. എങ്കിൽ പോലും ഞാൻ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്, ഈ സഹകരണ ബാങ്കുകാർ കൊടുത്തില്ലെങ്കിലും ഞാൻ സർക്കാരിൽ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഞാൻ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ ഞാൻ ഒരാഗ്രഹം മുന്നോട്ട് വെക്കുകയാണ്. എനിക്കിപ്പോൾ വാടക കെട്ടത്തില്ല. ഇന്ത്യയിൽ 15 കൊല്ലമായിട്ട് ഞാനും വാടക കെട്ടത്തിലാകുമല്ലോ. ഈ ചെറിയ വരുമാനത്തിൽ നിന്ന് വാടക കൂടെ കൊടുക്കും. അപ്പൊ ഞാൻ സർക്കാരിലൊരു നിർദ്ദേശം കുഞ്ഞികൃഷ്ണന് വേണ്ടിയാണ്, ഒരു സർക്കാർ ഓഫീസിൽ ഒരു സൗകര്യം MLA കൂടി ചൂണ്ടിക്കാണിക്കുന്ന, അത് ആരുടെ ഔദാര്യമല്ല, കുഞ്ഞികൃഷ്ണൻ MLA ആണെങ്കിലും സന്നിവാസം MLA ആണെങ്കിലും ഇപ്പൊ എനിക്ക് തിരുത്തി കിട്ടും. കുഞ്ഞികൃഷ്ണ പയ്യന്നൂർ അടുത്തവണ ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് തന്നെ തുടരാം. അത് ആര് ജയിച്ചോ ആ MLAക്ക് കിട്ടത്തക്ക രൂപത്തിൽ സെക്രട്ടേറിയറ്റ് പോലെ, കളക്ടറേറ്റ് പോലെ, താലൂക്ക് ഓഫീസ് പോലെ, അല്ലെങ്കിൽ BDO ഓഫീസ് പോലെ, പഞ്ചായത്ത് ഓഫീസ് പോലെ, പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ സൗകര്യമുണ്ട് അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിന് പഞ്ചായത്ത് ഓഫീസിലുള്ളതുപോലെ പയ്യന്നൂർ നിയോജകമണ്ഡലം MLAക്ക് പയ്യന്നൂരിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു കസേരയും മേശയും വേണം. എന്തെങ്കിലും വികസനാവശ്യങ്ങൾ പറയാൻ ഒരവസരം വേണം. അദ്ദേഹത്തിന് ഇങ്ങനെ വാടക കൊടുത്തൊന്നും ഓഫീസ് നടത്താൻ കഴിയില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു കാര്യം കൂടി